Statistical Mechanics Part 6 Binomial Expansion, Binomial Coefficients, NCR, Permutations ഇതെല്ലാം കണ്ടു. പ്രോബബിലിറ്റി ചർച്ചയ്ക്ക് എടുത്തു. ഇനി അവിടെ തന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. അതിന് മുമ്പ് ശകലം പോയിൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു n നമ്പർ ഓഫ് കോയിൻസ് ടോസ് ചെയ്യുന്ന കേസൊക്കെ കണ്ടു. ഇവിടെ കോയിൻസ് ടോസ് ചെയ്യുന്നതിന് പകരം മോളിക്യൂൾസ് അല്ലെങ്കിൽ എക്സാമ്പിൾ n ഐഡൻറ്റിക്കൽ ബോൾസ്, ഒരു ബോക്സ് 2 ഹാഫ് ആക്കുക, എന്നിട്ട് അത് വീഴത്തക്കോണം എറിയുക, റിലീസ് ചെയ്യുന്നു. 2 ഈക്വൽ പ്രോബബിലിറ്റിയിൽ വീഴത്തക്കവണ്ണം ഒരേ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ വീഴത്തക്കവണ്ണം നമ്മൾ ഇതിനെ ത്രോ ചെയ്യുന്നു. അത് നമ്മുടെ ഫിസിക്സ് വരുമ്പോൾ മോളിക്യൂൾസ് എനർജി ഒക്കെ ആകും. ഈ ബോക്സിന് പകരം എനർജി ലെവൽസ് കാര്യം വീര്യമൊക്കെ ആകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബോക്സിൻ്റെ 2 ഹാഫ് ആക്കിയിട്ട് 3 ബോളുകൾ അങ്ങോട്ട് ത്രോ ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ കോയിൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ബോൾസ് എല്ലാം ഐഡൻറ്റിക്കലാണ്, ഇൻഡിസ്റ്റിങ്വിഷബിളാണ്. ബോക്സ് 2 ഹാഫുകളാണ്. അപ്പോൾ പ്രത്യേകതയൊന്നും ഒരു ബോക്സിനും ഇല്ല. അപ്പോൾ 3 ബോൾ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ട a+b⁻3. ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ബോക്സിൽ വീഴുന്നതും ബി എന്ന് പറയുന്ന സെക്കൻഡ് ഹാഫ് വീഴുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ a+b⁻3 എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a³ + 3a² b + 3ab² + b³. ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ a³ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ 3 ബോളും വീഴുന്നു, സെക്കൻഡ് ഹാഫ് എംറ്റി. അപ്പോൾ 1, 2, 3 എന്ന് നമ്മൾ ലേബൽ ചെയ്യുന്നിരിക്കട്ടെ ബോളുകൾക്ക്. അപ്പോൾ 1, 2, 3 3 ഇതിൽ എംറ്റി. അപ്പോൾ ഇവിടെ ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റായ NCR എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ NCR ഇപ്പോൾ 1 ആണ്, കാരണം a³ കോഎഫിഷ്യൻ്റ് 1. ഇത് ഒരു കോമ്പിനേഷനേ ഉള്ളൂ, ഇത് ഒരു ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഒരു ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനേ ഈ കേസിലുള്ളൂ. 3 ഒരു ഹാഫ്, ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഓഫ് ദി ബോക്സ് എംറ്റി. പിന്നെ വരുന്ന ഒരു ടേം b³ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് എംറ്റി, സെക്കൻഡ് ഹാഫിൽ 3 ബോളും വരുന്നു. ഇവിടെയും NCR 1. ഒരു ഫോമേ ഉള്ളൂ, ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു കോമ്പിനേഷനേ ഉള്ളൂ. ഇനി 3a² b. a² b എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ 2 ബോളും സെക്കൻഡ് ഹാഫിൽ 1 ബോളും. ആ കോമ്പിനേഷനിൽ ഫസ്റ്റ് ഹാഫിൽ 2 ബോൾ, സെക്കൻഡ് ഹാഫിൽ 1 ബോൾ. ഈ കോമ്പിനേഷൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇതിൽ 1, 2, ഇതിൽ 3, 2 ബോൾ ഇതിൽ, 1 ബോൾ ഇതിൽ. ഇത് 3 രീതിയിലാവാമല്ലോ. 1ഉം 3ഉം ഇതിൽ വരിക, രണ്ടാമത്തെ ബോൾ ഇതിൽ, 1ഉം 2ഉം ഇതിൽ, മൂന്നാമത്തെ ബോൾ ഇതിൽ, 1ഉം 3ഉം 2 ഇതിൽ, 3ഉം 2ഉം ഇതിൽ, 1 ബോൾ ഇതിൽ, ഒന്നാമത്തെ ബോൾ ഇതിൽ. അപ്പോൾ ഇത് 3 കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ NCR 3, അതായി 3a² b എന്ന് വരുന്നത്. അപ്പോൾ ഇത് NCR ഇവിടുത്തെ ടേം, NCR ഇവിടെ 3 ആണ്. 3ab² എന്ന് പറയുമ്പോൾ
ഫസ്റ്റ് ഹാഫിൽ 1 ബോളേ വരാവും, സെക്കൻഡ് ഹാഫിൽ 2 ബോൾസ്. ഇതും 3 കോമ്പിനേഷൻസ് ഉണ്ട്. 1 2 3, 2 1 3, 3 1 2. അപ്പോൾ ഇവിടുത്തെ NCR 3. എങ്കിൽ ടോട്ടൽ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ 3 + 3 + 1 + 1 8. 8 എന്ന് പറഞ്ഞാൽ 2⁻3. അപ്പോൾ 2⁻n, ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ 2⁻n ആണ് ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ്. അതിവിടെ 8. എങ്കിൽ ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി, ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി 1/8. ഇതിൻ്റെ 1/8. ഇതിൻ്റെ 3/8. 3/8. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഒന്ന് നോക്കുക. അപ്പോൾ ഇത് ജനറലായിട്ട് n ബോൾസ്, അത് n ഗ്യാസ് മോളിക്യൂൾസ് ആവാം, എന്തോ ആയിക്കോട്ടെ, n ബോൾസ് 2 ഹാഫിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞാൽ A+B⁻n. ഇത് നമ്മൾ കണ്ടു. ദറ്റ് ഈസ് സിഗ്മ r = 0 to n of NCR A⁻r B⁻n - r. ഇത് തിരിച്ചു എഴുതാം. A⁻n - r × B⁻r എന്ന് എഴുതാം. A⁻r × B⁻n - r. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ 6 ബോളും റിമൈനിങ് ബോൾ n-r ബോൾ സെക്കൻഡ് ഹാഫിലും വരുന്ന ഇതിൻ്റെ ഈ കോമ്പിനേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് NCR. ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് 2⁻n. എങ്കിൽ പ്രോബബിലിറ്റി ഫോർ ദിസ് പർട്ടിക്കുലർ ഫോം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ P(r)n-r. ഫസ്റ്റ് ഹാഫിൽ 6 ബോള്, സെക്കൻഡ് ഹാഫിൽ n-r ബോള്. ഇതിൻ്റെ പ്രോബബിലിറ്റി, ഈ ഡിസ്ട്രിബ്യൂഷനുള്ള പ്രോബബിലിറ്റി P(r)n-r ഈക്വൽസ് NCR/2⁻n. NCR is n factorial by r factorial into n-r factorial. That into 1/2⁻n. ഇതാണ് ഇത്. ഇനിയും ഇതിൻ്റെ മാക്സിമം പ്രോബബിലിറ്റിയും മിനിമം പ്രോബബിലിറ്റിയും കാണണം. അപ്പോൾ കോമ്പിനേഷൻ ഹാവിങ് മാക്സിമം പ്രോബബിലിറ്റി, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. HCRൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് വെൻ r = n/2 പ്രൊവൈഡഡ് n ഈസ് ഈവൻ. When n is even, NCR is maximum when r = n/2. ഇത് മാത്തമാറ്റിക്സിലെ ബേസിക് ലെസണാണ്. സോ മാക്സിമം പ്രോബബിലിറ്റി ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ P maximum equals n factorial by n/2 factorial into n/2 factorial. r factorial into n-r factorial. r is n/2, n/2 factorial minus n-n/2, that is n/2 factorial into 1/2⁻n. എന്ന് പറഞ്ഞാൽ 2 ഹാഫിലും ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിൻ്റെ ഒരു പകുതി ഒരു ഹാഫിലും മറ്റേ പകുതി മറ്റേ ഹാഫിലും. അതിനാ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി മാക്സിമം ആകുക, സാധ്യത കൂടുതൽ അതിനാ. ദിസ് ഈസ് P maximum equals n factorial by, ഇതിപ്പോൾ n factorial into n factorial is n factorial square into 1/2⁻n. This is the expression for maximum probability in this case. Then പ്രോബബിലിറ്റി, മിനിമം പ്രോബബിലിറ്റി വരുന്നത് ഒന്നുകിൽ r = 0 ആകുമ്പോൾ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി for r = 0 or n. r 0 എന്നെടുക്കുകയോ r = n എന്നെടുക്കുകയോ ചെയ്താൽ മിനിമം പ്രോബബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹാഫിൽ എം ടി, മറ്റേ ഹാഫിൽ ഫുൾ എല്ലാ ബോളും വീഴുക. അത് ഫസ്റ്റ് ഹാഫ് എം ടി, സെക്കൻഡ് ഹാഫിൽ ഫുൾ. അല്ലെ ഫസ്റ്റ് ഹാഫിൽ
ഫുള്ള്, സെക്കൻഡ് ഹാഫിൽ എം ടി. അതിനാ മിനിമം പ്രോബബിലിറ്റി. എൻ സി ആറിൻ്റെ കേസിൽ അത് തന്നെ. എൻ സി ആർ ഈസ് മിനിമം വെൻ ആർ ഈക്വൽ 0 ഓർ ആർ ഈക്വൽസ് എൻ. വെൻ എൻ ആർ ഈക്വൽ 0, പി മിനിമം എത്ര വരും നോക്കി. എൻ ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് 0 ഫാക്ടോറിയൽ. This is 0 factorial is 1, n minus 0 factorial is n factorial by n factorial is 1 into 1 by 2 raised to n, or p minimum is 1 by 2 raised to n. ഇത് തന്നെ കിട്ടും r equals n എന്നെടുത്താലും. When r equals n, p minimum equals n factorial by n factorial into n minus n, or 0 factorial into 1 by 2 raised to n. This is 1. So P minimum is 1 by 2 raised to n. ചുരുക്കത്തിൽ P minimum is always 1 by 2 raised to n. ഒരു ചെറിയ പ്രോബ്ലം ഒന്ന് നോക്കാം. If 12 particles are distributed randomly between two identical boxes, calculate A, the probability of distribution, bracket 8, 4. B, the probability of the most probable distribution. C, the probability of the least probable distribution. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തേത് ആകെ 12 ബോൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് n ഈക്വൽസ് 12. അത് 8-4 ഡിസ്ട്രിബ്യൂഷൻ. ഒരു ബോക്സിൽ 8 എണ്ണവും മറ്റേ ബോക്സിൽ 4 എണ്ണവും. അപ്പോൾ ആദ്യത്തെ എ പി ആർ എൻ മൈനസ് ആർ എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു 1 by 2 raised to n. So here it is, n factorial is 12 factorial by r factorial is 8 factorial into n minus 8, that is 4 factorial into 1 by 2 raised to 12. This is 12 factorial നിന്നും ഈ 8 factorial ക്യാൻസൽ ചെയ്യുമല്ലോ. 12 factorial എന്ന് പറയുമ്പോൾ 12 into 11 into 10 into 9 into ബാക്കി 8 factorial. അത് ഈ 8 factorial ക്യാൻസൽ ചെയ്യും. ഡിവൈഡഡ് ബൈ പോയിട്ട് 4 factorial. 4 into 3 into 2 into 1 into 1 by 2 raised to 12. Answer is 0.12. Then P maximum equals n factorial by n factorial square into 1 by 2 raised to n. Here it is 12 factorial by 6 factorial square into 1 by 2 raised to 12. Answer is 0.53. 0.23. This is the maximum probability for maximum distribution. Then P minimum 1 by 2 raised to n is 1 by 2 raised to 12. It is 2.4 into 10 raised to minus 4. This is the minimum probability. Thank you.